എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രാശികളെ അവ ചരം, സ്ഥിരം, ഉഭയം എന്നീ രീതിയിൽ തരംതിരിച്ചതിനെക്കുറിച്ച് പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾക്ക് രാശികളും പഞ്ചഭൂത തത്വങ്ങളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പഠിക്കാം. പഞ്ചഭൂതങ്ങൾ നമ്മൾക്കറിയാം: ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിങ്ങനെയാണ്. ഇതിൽ ആകാശം ഒഴിച്ചുള്ള 4 തത്വങ്ങൾ കർമ്മതത്വങ്ങളാണ്. ഈ തത്വങ്ങളെ ഓരോ തത്വങ്ങൾക്കും 3 രാശി വീതം കൊടുത്ത് അങ്ങനെ 4 കർമ്മതത്വങ്ങൾക്കും 3 രാശി, 4 × 3 = 12 രാശികൾക്കായി വിഭജിച്ച് നൽകിയിരിക്കുന്നു. അഗ്നിരാശികളായിട്ട് നമ്മൾ പറയുന്നത് മേടം, ചിങ്ങം, ധനു എന്നീ രാശികളാണ്. ഭൂമി രാശികളായിട്ട് നമ്മൾ പറയുന്നത് ഇടവം, കന്നി, മകരം ഇവയാണ്. വായുരാശികളായിട്ട് മിഥുനം, തുലാം, കുംഭം. ജലരാശികളായിട്ട് കർക്കിടകം, വൃശ്ചികം, മീനം എന്നീ രാശികളാണ്. ഈ രാശിയുടെ വിഭജനത്തിൽ ഓരോ തത്വത്തിനും 3 രാശികൾ വീതമാണ് ഉള്ളത്. ഓരോ രാശിയുടെയും ത്രികോണ രാശികൾ ഒരേ തത്വത്തിലായിരിക്കും. അതായത് മേടത്തിൻ്റെ ത്രികോണ രാശികളായിട്ടുള്ള ചിങ്ങം, ധനു ഈ 3 രാശികളും ഒരേ തത്വങ്ങളാണ്. ഇതുപോലെ മറ്റ് രാശികൾക്കും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഈ 4 തത്വങ്ങൾ കഴിഞ്ഞ് ആകാശതത്വം, അതിന് പ്രത്യേക രാശികളൊന്നും അലോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ രാശികളിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒന്നായിട്ട് ആകാശതത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയുമാണ് പഞ്ചഭൂത തത്വങ്ങളും രാശികളും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. ഇനി പല തരത്തിലും നമ്മൾ രാശികളെ തരംതിരിക്കാറുണ്ട്. അതിൽ ആദ്യം നമ്മൾ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഓരോ രാശികളും കാലപുരുഷൻ്റെ ഏതേത് അവയവങ്ങൾ ആയി വരുന്നു എന്നുള്ളതാണ്. മേടം രാശി കാലപുരുഷൻ്റെ ശിരസായും, ഇടവം മുഖമായും, മിഥുനം കൈകൾ ആയും, കർക്കിടകം ഹൃദയമായും, ചിങ്ങം വയറായും, കന്നി അരക്കെട്ടായും, തുലാം രാശി വസ്തിപ്രദേശമായും, വൃശ്ചികം ജനനേന്ദ്രിയമായും, ധനു തുടകളായും, മകരം കാൽമുട്ടുകളായും, കുംഭം കണങ്കാലുകളായും, മീനം പാദങ്ങളായും സങ്കല്പിച്ചിരിക്കുന്നു. ഓരോരോ ജാതകത്തിലും ഏത് രാശിയിലാണ് പാപഗ്രഹങ്ങളുടെ സ്വാധീനം കൂടുതൽ ഉള്ളത് എന്നതിനനുസരിച്ച് ഏതേത് അവയവങ്ങൾക്കാണ് പ്രയാസങ്ങൾ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയുമാണ് രാശികളും കാലപുരുഷൻ്റെ അംഗങ്ങളുമായിട്ടുള്ള ബന്ധം. ഇനി ചില ക്ലാസിഫിക്കേഷൻസ് കൂടി നമ്മൾക്ക് പഠിക്കാം. രാശികൾ ചതുഷ്പാത്ത് രാശികൾ, നരരാശികൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. മേടം, ഇടവം, ചിങ്ങം, ധനുവിൻ്റെ ഉത്തരാർദ്ധം, മകരത്തിൻ്റെ പൂർവാർദ്ധം എന്നീ രാശികൾ ചതുഷ്പാത്ത് രാശികൾ ആണ്. നരരാശികളായിട്ട് പറയേണ്ടുന്നത് കന്നി, തുലാം, കുംഭം, മിഥുനം എന്നീ 4 രാശികളാണ്. ഇത് മനുഷ്യൻ അല്ലെങ്കിൽ മൃഗം എന്നീ രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് വച്ചിരിക്കുന്നത്. ഓരോ രാശിയുടെയും സ്വരൂപങ്ങൾ ആലോചിച്ചാൽ തന്നെ ഇതിൻ്റെ യുക്തി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്.
ഇത്രയുമാണ് ഈ ചെറിയ വീഡിയോയിൽ ഇന്നത്തേക്ക് പറയുവാനുള്ളത്. ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകളായിട്ടാണ് പാഠഭാഗങ്ങൾ നൽകുന്നത് എന്നുള്ളതിനാൽ പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. എല്ലാം നല്ല രീതിയിൽ തന്നെ ഓർത്തെടുത്ത് വയ്ക്കുക. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിച്ചു കൊള്ളുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായിട്ട് വീഡിയോയുടെ അടിയിൽ നൽകാവുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.